നമസ്കാരം. സഹസ്രനാമങ്ങളും അവയുടെ വ്യാഖ്യാനങ്ങളും, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. കുരുക്ഷേത്ര യുദ്ധത്തിൽ 10-ാം ദിവസം ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി പൊരുതിയ അർജുനന്റെ ശരവർഷങ്ങളേറ്റ് കിടപ്പിലായ ഭീഷ്മർ പക്ഷേ ഉടനെയെങ്ങും മരിക്കുന്നില്ല. കുരുക്ഷേത്ര യുദ്ധവും കഴിഞ്ഞ് വീണ്ടും ഉത്തരായനം എന്ന നല്ല ദിവസം തുടങ്ങുന്നതുവരെ ആ ശരശയ്യയിൽ മരണം കാത്ത് കിടക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭീഷ്മരെ ദർശിക്കുന്നതിന് ഭഗവാൻ ശ്രീകൃഷ്ണനും പാണ്ഡവർ 5 പേരും ഒരുമിച്ചെത്തുകയാണ്. തനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ഭീഷ്മർക്ക് വേണ്ടി അർജുനൻ ഭൂമിയിലേക്ക് അസ്ത്രമെയ്ത് ഗംഗാജലം പ്രവഹിപ്പിക്കുകയും അങ്ങനെ ദാഹം തീർക്കുകയും ചെയ്ത കഥയൊക്കെ അപ്പോഴുള്ളതാണ്. ആ കൂടിക്കാഴ്ചയുടെ ഒടുവിൽ ഭീഷ്മർ 1000 വിശിഷ്ടങ്ങളായ നാമങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതി ചെയ്യുകയാണ്. അതാണ് വിഷ്ണു സഹസ്രനാമം. വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന് തുടങ്ങി 1000 നാമങ്ങൾ കൊണ്ട് ഭീഷ്മാചാര്യർ ഭഗവാനെ സ്തുതി ചെയ്യുന്നു. വിഷ്ണു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വ്യാപനശീലമുള്ളവൻ എന്നാണ്. പ്രപഞ്ചം മുഴുവൻ ഒരേപോലെ വ്യാപിച്ചിരിക്കുന്നത് എന്താണോ അതാണ് വിഷ്ണു. അങ്ങനെ ആദിയും അന്തവുമില്ലാത്ത കാലപ്രവാഹമാകുന്ന അനന്തൻ്റെ മടിയിൽ ശിരസ് ഐശ്വര്യത്തിൻ്റെ സർവസമൃദ്ധിയുടെ ദേവതയായ ലക്ഷ്മിയുടെ മടിത്തട്ടിലും പാദം അഭയത്തിൻ്റെ, ജീവൻ്റെ, കാരുണ്യത്തിൻ്റെ, വിഭവസമൃദ്ധിയുടെ പ്രത്യക്ഷ ദേവതയായ ഭൂമിയുടെ മടിത്തട്ടിലുമായി ശയിക്കുന്ന സർവവ്യാപിയായ പരമാത്മാവാണ് ഭഗവാൻ മഹാവിഷ്ണു. ആ പരമാത്മാവിൻ്റെ വർണ്ണിച്ചാൽ തീരാത്ത വിവിധ മഹിമകളെ ഓരോ വാക്കുകളിൽ നിജപ്പെടുത്തിക്കൊണ്ട് ഭീഷ്മാചാര്യർ സ്തുതിക്കുന്ന ഒന്നാണ് വിഷ്ണു സഹസ്രനാമം. ഈ സഹസ്രനാമങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് മനസ്സ് നിശ്ചലമാവുക എന്നുള്ളതാണ് ആദ്യമായി ലഭിക്കുന്നത്. മനസ്സ് നിശ്ചലമാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങുക എന്നാണോ? അല്ല. എല്ലാ ചിന്തകളും ഒരു കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി നിരന്തരം കരയിലേക്ക് വന്ന് അടിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ പോലെയാണ് മനസ്സ്. ഒന്നിനു പുറകെ ഒന്നായി ഓളങ്ങൾ പോലെ ഇങ്ങനെ ഓരോ ചിന്തകൾ ഉയർന്നുയർന്നു വരും. അത് കെട്ടടങ്ങും, പിന്നെ വേറൊന്നാലോചിക്കും. നിങ്ങളോടിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുമൊക്കെ ഇതിനിടയിൽ ഓരോ ചിന്തകളാണ്. വീട്ടിലെ കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങൾ, പൈസയുടെ കാര്യങ്ങൾ, ബന്ധങ്ങളുടെ കാര്യങ്ങൾ, ദുഃഖങ്ങൾ, പല പ്രശ്നങ്ങളാണ്. അപ്പം ഇങ്ങനെ ഓളങ്ങൾ പോലെ നിരന്തരം വന്ന് അലച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾ ക്രമേണ നിശ്ചലമായി ഒരു നേരിയ ശ്വാസമടിച്ചാൽ പോലും കാണാവുന്ന തരത്തിൽ കണ്ണാടി പോലെ തെളിമയോടുകൂടിയ ഓളപ്പരപ്പുകളില്ലാത്ത ഒരു ജലനിരപ്പൊന്ന് സങ്കല്പിച്ചേ. ആ അവസ്ഥയിൽ മനസ്സെത്തും. വിഷ്ണു സഹസ്രനാമം ശ്രദ്ധയോടുകൂടി കുറച്ചുനാൾ പാരായണം ചെയ്താൽ, പാരായണത്തിനിരിക്കുന്ന സമയം ഇതുപോലെ ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് എന്തു പ്രാർത്ഥിച്ചാലും അത് നടക്കും. അതാണ് അതിൻ്റെ ചുരുക്കം. മനുഷ്യൻ്റെ ജന്മജന്മാന്തരങ്ങളിലുള്ള അനവധി കർമ്മ ദുരിത സഞ്ചയത്തെ മുഴുവൻ കംപ്ലീറ്റായിട്ട് ശുദ്ധീകരിച്ച് പ്യൂരിഫൈ ചെയ്ത് നിശ്ചലമായ കണ്ണാടി ബിംബം പോലെയുള്ള ജലോപരിതലമാക്കി മാറ്റുന്നതാണ് വിഷ്ണു സഹസ്രനാമം. അതിൻ്റെ ലഘുപതിപ്പാണ് വിഷ്ണു അഷ്ടോത്തര നാമം. അപ്പം എങ്ങനെയും ശ്രദ്ധയോടുകൂടി ഇത് ജപിക്കാൻ തുടങ്ങിയാൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഏകാഗ്രത വരികയും വീണ്ടും ഇത് തുടർന്നാൽ മനസ്സ് നിശ്ചലമാകുകയും ആ നിശ്ചലാവസ്ഥയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്തും സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ ഫലശ്രുതി. ഇനി ശിവൻ താണ്ഡവ നൃത്തം നടത്തുന്ന ദേവനാണ്.
സന്ധ്യാസമയത്ത് ഈ പ്രപഞ്ചം തന്നെ വേദിയാക്കിക്കൊണ്ട് ആനന്ദവും അതേസമയം രൗദ്രവും ഒരേ സമയം സമന്വയിപ്പിച്ച മഹാനടനം നടത്തുന്ന മൂർത്തിയാണ് പരമശിവൻ. നിങ്ങളെല്ലാം കണ്ടു കാണും ശിവതാണ്ഡവത്തിൻ്റെ, ശിവനൃത്തത്തിൻ്റെ വെങ്കല പ്രതിമകൾ. താഴെ കിടക്കുന്ന ഒരു വിചിത്രമായ രൂപത്തിൻ്റെ മേൽ വലതുകാൽ ചവിട്ടി ഇടതുകാൽ ഉയർത്തി മറുദിക്കിലേക്ക് ചൂണ്ടിയ നിലയിൽ നിൽക്കുന്ന ശിവരൂപം, ഉയർന്നു നിൽക്കുന്ന വലത്തെ കൈയിൽ എരിയുന്ന അഗ്നി, നാം നോക്കുമ്പോൾ കാണുന്ന ഇടതുവശത്തെ കൈയിൽ ഉടുക്ക് അഥവാ ഡമരു, ശിവന്റെ വലതുഭാഗത്തുള്ള രണ്ടാമത്തെ കരം ഉയർത്തി അഭയമുദ്ര കാണിച്ചുകൊണ്ടിരിക്കുന്നു. അഭയം. ശിവന്റെ ഇടതുഭാഗത്തുള്ള രണ്ടാമത്തെ കരം ഉയർത്തിയ കാൽ ചൂണ്ടിയ അതേ ദിശയിലേക്ക് ചൂണ്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഈ രൂപമാണ് പ്രശസ്തമായ നടരാജ രൂപം. ഇതിനൊരർത്ഥമുണ്ട്. വികൽപ്പം പിടിച്ചതും വിഭ്രാന്തവുമായ ഒരു സങ്കല്പമാണ് മുയലകൻ എന്ന അസുരൻ്റേത്. അപസ്മാരമെന്നും പറയും. ആ അസുര ജന്മത്തിൻ്റെ മുകളിലാണ് തൻ്റെ വലത്തേക്കാൽ ഊന്നി ശിവൻ നൃത്തം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ വിഭ്രാന്തികളെയും പിടിച്ചു കെട്ടി തൻ്റെ കാൽ ചുവട്ടിൽ അമർത്തുന്നതിന് പര്യാപ്തമാണ് ശിവപാദം. എന്ന് പറഞ്ഞാൽ ബോധം. മനസ്സിൻ്റെ ബോധമുണർന്നാൽ എല്ലാ വിഭ്രാന്തികളും ഇല്ലാതാകുമെന്നാണ്. എല്ലാ മനോരോഗങ്ങളും അപ്രത്യക്ഷമാകും. ഇനി വലതുഭാഗത്തായിട്ട് ഉയർന്നു നിൽക്കുന്ന കൈകളിൽ കാണുന്നത് കത്തിയെരിയുന്ന അഗ്നിയാണ്. ആ അഗ്നി പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കുന്ന പ്രളയാഗ്നിയുടെ സൂചകമാണ്. സൃഷ്ടിയുടെ അവസാനത്തിൽ സർവം സംഹരിക്കുന്ന മഹാഗ്നിയാണ് അവിടെ പ്രതീകാത്മകമായി കാണിച്ചിരിക്കുന്നത്. നാം കാണുന്നതിൻ്റെ ഇടതുവശത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈകളിൽ ഡമരുവാണ്, ഉടുക്ക്. അത് സൃഷ്ടിയുടെ നാദത്തെ കാണിക്കുന്നു. ശിവന്റെ കൈകളിലെ ഉടുക്ക് സൃഷ്ടിയുടെ നാദവും മറുകൈയിലെ അഗ്നി സംഹാരത്തിൻ്റെ പ്രതീകമായ അഗ്നിയുമാണ്. ഇനി ഒരു കൈ, ഉടുക്കിനോട് ചേർന്നുള്ള ഒരു കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അഭയം എന്ന മുദ്രയാണ്. അതായത് എന്നെ അറിഞ്ഞവർ ഭയപ്പെടേണ്ട. പ്രപഞ്ചത്തിൽ എന്തു വലിയ കോലാഹലമുണ്ടായാലും ഭയപ്പെടേണ്ടതില്ല, എന്നെ അറിഞ്ഞിട്ടുള്ളവർ എന്നാണ് അഭയമുദ്രയുടെ അർത്ഥം. മറുകയ്യോ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാൽ ഏത് ദിശയിലേക്കാണോ ചൂണ്ടിയിരിക്കുന്നത് ആ ദിശയിലേക്ക് ചൂണ്ടിയിരിക്കുന്നത്. ആ ഉയർത്തിയ കാലും ഉയർത്തിയ കൈയും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്ലിഫ്റ്റിംഗ് ഫ്രം ദ മായ. ഈ കാണുന്നതെല്ലാം സത്യത്തിൽ ഒരു തോന്നലാണെന്നുള്ള ഒരു ചരിത്രം ആധുനിക ശാസ്ത്രവും മനസ്സിലാക്കി വരിക. ഇന്ന് നമ്മൾ സത്യമാണെന്ന് കാണുന്ന പലതും വാസ്തവത്തിൽ മിഥ്യയാണെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അല്പാൽപമായി അടുക്കുകയാണ് ശാസ്ത്രം. അങ്ങനെ നമ്മളെ കോലം കളിപ്പിക്കുന്ന, നമ്മളെ കൊണ്ട് കോലം തുള്ളിപ്പിക്കുന്ന ഈ മിഥ്യയിൽ നിന്നുള്ള മോചനമാണ് പാദങ്ങൾ, ഉയർത്തിയ പാദവും കരവും സൂചിപ്പിക്കുന്നത്. ഇനി ഈ ശിവൻ നൃത്തം ചെയ്യുന്നതിന് ചുറ്റുമായിട്ടൊരു വലയം ഇങ്ങനെ കാണാം. നടരാജ പ്രതിമകളിലെല്ലാം നൃത്തം ചെയ്യുന്ന ശിവരൂപം ഒരു വൃത്തത്തിൻ്റെ അകത്താണ്. അതിന് തമിഴിൽ തിരുവാശി എന്ന് പറയും. എന്താണത്? ഒരു പരമാണുവിനെയാണ് കാണിക്കുന്നത്. ഒരു പരമാണുവിൻ്റെ, ഓരോ പരമാണുവിൻ്റെ ഉള്ളിലും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിസൂക്ഷ്മമായ ഊർജമെന്നത് സാക്ഷാൽ പരമശിവനാകുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഓരോ പരമാണുവിലും നൃത്തം ചെയ്യുന്ന നടരാജനാണ് ഈ പ്രപഞ്ചത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചലനത്തിൻ്റെ കടുംതൊടിയിൽ നിന്ന് ഉയരുന്ന 1000 ശബ്ദങ്ങളാണ് ശിവസഹസ്രനാമം. അത് ചൊല്ലുന്നവൻ പിന്നെ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. പരമശിവന്റെ ആ 1000 നാമങ്ങൾ
കടുംതുടിയിൽ ഉയരുന്ന നാദമാണ്. ആ നാദം അതേപടി ഹൃദയത്തിൽ സ്വീകരിച്ച് അത് ചൊല്ലുന്നവന് സാക്ഷാൽ കൈലാസത്തിലെത്തി പരമശിവന്റെ തൃക്കൈയിലെ കടുംതുടി നേരിട്ട് കേൾക്കുന്ന അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ദുഃഖ ദുരിതങ്ങളൊന്നും അവനെ തീണ്ടുകയില്ല ഒരിക്കലും എന്ന്. ചൊല്ലുന്നത് ഏകാഗ്രതയിൽ വേണം. ജപം എങ്ങനെ വേണമെന്ന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചൊല്ലണം. അത് പ്രത്യേകം പറയുന്നു. അതിൻ്റെ ലഘുവായ പതിപ്പാണ് ശിവ അഷ്ടോത്തര നാമം. അപ്പം ഇതാണ് ഈ 2 സഹസ്രനാമങ്ങളുടെയും ഫലം. ഇനി ലളിത സഹസ്രനാമമാണ് മൂന്നാമത്തേത്. സാക്ഷാൽ പ്രകൃതി. ഈ നമ്മളീ കാണുന്നത് മുഴുവൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതി, നേച്ചർ എന്ന് പറയും. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം നേച്ചറാ. ഓരോ ചലനവും നേച്ചറാ. കാറ്റടിക്കുമ്പോൾ ഇലകൾ അനങ്ങുന്നു, വൃക്ഷച്ചില്ലകൾ അനങ്ങുന്നു. ഇപ്പം ഞാനിവിടെ ഇരുന്ന് പറയുന്നു, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ കൈയും ഒക്കെ കാണിക്കുന്നു. ചുണ്ടുകൾ അനങ്ങാതെ പറച്ചിൽ നടക്കില്ല. വായു അനങ്ങാതെ ശബ്ദം പുറത്തോട്ട് വരില്ല. നമ്മൾക്ക് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തൊട്ട് ചലനങ്ങളാണ്. കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കണം, അത് കഴിഞ്ഞ് പോയി ബ്രഷിങ്, കുളി, എന്തെല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരും ജോലിക്ക് പോകുന്നത്. ഈ ചലനം ഒന്ന് നിന്നുപോയാൽ ഇത് വല്ലതും നടക്കുമോ? അപ്പം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൈനറ്റിക് എനർജിയാണ്, ചലനാത്മകതയാണ്. ഈ ചലനത്തിന് ആവശ്യമായിട്ടുള്ളത് എന്താ? ഒരു ചലനം, ഒരു നിസ്സാരമായിട്ട് ഒരു പഞ്ഞി ഇവിടെ വെച്ചിട്ട് അതിനെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ എന്ന് ഊതേണ്ടി വരും. ആ ഊതുന്നതിൽ പോലും ഒരല്പം ഫോഴ്സ് ചെലുത്തണം. ഫോഴ്സ്, അതാണ് കാര്യം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശക്തി. അപ്പം ചലനങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം? ശക്തി വേണം. അപ്പം അത്രയേ ഉള്ളൂ ചുരുക്കം. ആ ശക്തിയാണ് ഈ ശക്തി, പ്രപഞ്ചശക്തി. എന്തിനും ഏതിനും ആധാരമായിരിക്കുന്ന, ചലനങ്ങളുടെ മുഴുവൻ ഊർജഭാവമായിരിക്കുന്ന ശക്തിയാണ് എല്ലാത്തിൻ്റെയും ആധാരം. സർവാധാരേച സർവജ്ഞേ. എല്ലാത്തിനും ആധാരമായിരിക്കുന്നവളെ, എല്ലാം അറിയുന്നവളെ. അപ്പം ചലനങ്ങളുടെ മുഴുവൻ നിദാനമായ ആ ശക്തിയെ നമ്മളൊരു ഫീമെയിൽ എക്സ്പ്രഷനാണ് കൊടുത്തിരിക്കുക. സ്ത്രൈണഭാവം, അതാണ് പരാശക്തി, പരമയായ ശക്തി, പരമമായ ശക്തി എന്നും പറയാം. ആ പരാശക്തിയുടെ ഭാവങ്ങളെ വാഴ്ത്തുന്നതാണ് പ്രകൃതിയിൽ കേൾക്കുന്ന എല്ലാ മർമ്മരങ്ങളും. കാറ്റടിക്കുമ്പോൾ ഇലകൾ അനങ്ങുന്നു, അതിൽ നിന്നുണ്ടാകുന്ന മർമ്മര ശബ്ദം, കുയിൽനാദം. ഒരു വനത്തിലോട്ട് ചെന്നാൽ വിവിധ ഇനം പക്ഷികളുടെ കളകള ശബ്ദം, ജലനിരപ്പിൽ ഓളങ്ങൾ അടിക്കുന്ന ശബ്ദം, കാറ്റിൻ്റെ അനുസ്വനം, കൂടുതൽ ശക്തമായ കാറ്റിൻ്റെ കുഴലൂതുന്ന ശബ്ദം, കൊടുങ്കാറ്റിൻ്റെ ഇരമ്പം. ഇങ്ങനെ കാണുന്നതായ എല്ലാം, കേൾക്കുന്നതായ എല്ലാ നാദങ്ങളും ഈ പ്രകൃതിയുടെ ആവിഷ്കാര സ്വനങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള പ്രകൃതിയിൽ നിന്നും ഉണരുന്ന എല്ലാ സ്വനങ്ങളും ഒന്നു ചേർന്ന് അതിന് ഒരു വിശിഷ്ട പദാവലി ഘടിപ്പിച്ച് ആ വൈശിഷ്ട്യത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ലളിത സഹസ്രനാമം. മുമ്പ് പറഞ്ഞ പരാശക്തിയായ ലളിതാ മഹാ ത്രിപുര സുന്ദരി എന്ന ദേവിയുടെ എല്ലാ മഹിമകളും വാഴ്ത്തിക്കൊണ്ട് ആ ദേവിയുടെ ശിഷ്യരായ വശിനി തുടങ്ങിയ വാഗ്ദേവതമാർ, വശിന്യാദി വാഗ്ദേവതമാർ പാടിപ്പുകഴ്ത്തിയതാണ് ലളിത സഹസ്രനാമം. പുറമേ കാണുന്നത് പോലെ അത്ര ലളിതമല്ല കാര്യങ്ങൾ. കാരണം എന്താ? ഒട്ടേറെ ആഴമേറിയ നിഗൂഢാർത്ഥങ്ങളും തന്ത്രശാസ്ത്ര വിശകലനങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ലളിത സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമമോ ശിവസഹസ്രനാമമോ പോലെ മഹാസ്തുതി മാത്രമല്ല, പകരം താന്ത്രിക പ്രധാനമായതാണ് ലളിത സഹസ്രനാമം. അതിൻ്റെ ശബ്ദങ്ങൾ പ്രപഞ്ചത്തിൻ്റെ അർത്ഥത്തെ തന്നെ വ്യാഖ്യാനിക്കുന്നു.
ലളിതാ സഹസ്രനാമത്തിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ അനാവൃതമാകുന്നു എന്ന് ഒരു മഹർഷി പറഞ്ഞത് വെറുതെയല്ല. ലളിതാ സഹസ്രനാമം അത്രമേൽ ഗൗരവമേറിയതാണ്. സാമാന്യം നന്നായി ഭാഷ പ്രയോഗിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അക്ഷരത്തെറ്റില്ലാതെ സ്ഫുടതയോടുകൂടി ഭാഷാ പാരായണം ചെയ്യാൻ അറിയുന്ന ഏതൊരു വ്യക്തിക്കും വിഷ്ണു സഹസ്രനാമവും വിഷ്ണു അഷ്ടോത്തരവും ശിവസഹസ്രനാമവും അഷ്ടോത്തരവും ചൊല്ലാം. ലളിതാ സഹസ്രനാമം എല്ലാവരും വായിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ വിധിപ്രകാരം ലളിതാ സഹസ്രനാമ പാരായണ വിധികൾ പഠിച്ച് അതിൻ്റെ ഋഷിഛന്ദസ്സുകളെ ന്യസിക്കുന്ന പ്രകാരം മനസ്സിലാക്കി ഉപദേശരൂപേണ സ്വീകരിച്ച് ജപം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ പദഭ്രംശമുണ്ടായാൽ ചില ദോഷഭാവങ്ങൾ അതിൽ നിന്ന് ഒരു പക്ഷേ ഉണ്ടായേക്കാം. അപ്പം മാന്ത്രിക പ്രാധാന്യമുള്ള ചില സ്തോത്രങ്ങളുടെ ഉപയോഗം വളരെ ശ്രദ്ധിച്ചു വേണമെന്ന് ചുരുക്കത്തിൽ പറഞ്ഞെന്ന് മാത്രം. ഈ 3 സ്തോത്രങ്ങളും വിശിഷ്ടങ്ങളാണ്. ശരിയായ രീതിയിൽ പഠിച്ച് അത് പാരായണം ചെയ്യുന്നതിലൂടെ സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.